ഒരു മനോഹരമായ ഗ്രാമമായിരുന്നു അത്. പാവപ്പെട്ട ഗ്രാമവാസികൾ തിങ്ങിപ്പാർക്കുകയായിരുന്ന അവിടെ മഹാവികൃതികളായ 3 കുട്ടികളുണ്ടായിരുന്നു. ഒരു ദിവസം അവർ വീടിനരികിലുള്ള കായൽവാരത്ത് കളിക്കുവാൻ പോയി. പോകുന്ന വഴിയെ ചെറിയൊരു കാടുണ്ടായിരുന്നു. കാട്ടിൽ ഒരു അനക്കം. മഹാവികൃതികളായ കുട്ടികൾ അങ്ങോട്ട് ശ്രദ്ധിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, അത് അമ്പിളി ചേച്ചിയുടെ വീട്ടിലെ കോഴിയാണല്ലോ. മറ്റേ 2 കുട്ടികളും പെട്ടെന്ന് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. ചെറിയ കുറ്റിക്കാടുകൾക്കിടയിൽ ഒരു തവിട്ട് നിറമുള്ള വലിയ കോഴി ഭയന്ന് വിറച്ച് ഒളിച്ചിരിക്കുന്നു. അത് അമ്പിളി ചേച്ചിയുടെ വീട്ടിലെ സുന്ദരി എന്ന കോഴി തന്നെയായിരുന്നു. സുന്ദരി എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് ഒളിച്ചിരിക്കുന്നത്? രണ്ടാമൻ സംശയം പ്രകടിപ്പിച്ചു. നോക്ക്, അതിന്റെ അടിയിൽ എന്തോ ഇരിക്കുന്നുണ്ട്, മൂന്നാമൻ ചൂണ്ടിക്കാണിച്ചു. കുട്ടികൾ മെല്ലെ കോഴിയുടെ അടുത്തേക്ക് ചെന്നു. സുന്ദരി പേടിച്ച് ശബ്ദമുണ്ടാക്കി പറന്നുപോയി. കോഴിയിരുന്ന സ്ഥലത്ത് ഉണങ്ങിയ ഇലകൾക്കിടയിൽ അവർ കണ്ട കാഴ്ച അതായിരുന്നു. തിളങ്ങുന്ന ഒരു മുട്ട. മുട്ട കണ്ടതും 3 വികൃതിക്കുട്ടികളുടെയും കണ്ണുകൾ ഒരുപോലെ തിളങ്ങി. മുട്ടയ്ക്ക് ഒരു സാധാരണ മുട്ടയേക്കാൾ വലുപ്പമുണ്ടായിരുന്നു. അതിന്റെ പുറന്തോട് നേരിയ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു. ആദ്യത്തെ കുട്ടി ആ മുട്ടയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഹേയ്, ഇത് വെറുമൊരു മുട്ടയല്ല, ഇതിനെന്തൊരു വലുപ്പമാണ്! നമ്മൾ കണ്ട കോഴികളുടെ മുട്ടകൾ ഇതിന്റെ പകുതിയേ വരൂ. രണ്ടാമത്തെ കുട്ടി ഭയം കലർന്ന ആകാംക്ഷയോട് ചോദിച്ചു, ഇത് ശരിക്കും സുന്ദരിയിട്ട മുട്ടയായിരിക്കുമോ? സുന്ദരിക്ക് ഇത്രയും വലിയ മുട്ടയിടാൻ പറ്റുമോ? മൂന്നാമത്തെ കുട്ടി മുട്ടയെടുക്കാൻ കൈനീട്ടി. അമ്പിളി ചേച്ചിയുടെ കോഴിയാണെങ്കിൽ ഇത്രയും ഭംഗിയുണ്ടാകില്ല. നോക്കൂ, ഇതിനൊരു സ്വർണ്ണ നിറമുണ്ട്, ആകെ മൊത്തം തിളക്കമാണ്. അവർ ആ മുട്ട ശ്രദ്ധയോടെ കയ്യിലെടുത്തു. അതിന് പ്രതീക്ഷിച്ചതിലും ഭാരമുണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞു, നമ്മുടെ അമ്മമാർ ഇത് കണ്ട് പേടിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പാചകം ചെയ്യും. ഈ മുട്ട കാണാൻ നല്ല രസമുണ്ട്, എന്തോ പ്രത്യേകതയുണ്ടിതിന്, നമുക്കിത് പൊട്ടിക്കേണ്ട. അങ്ങനെ ആ മുട്ട നമുക്ക് വിരിയിച്ചൊരു രഹസ്യമായി വളർത്താം എന്ന ആശയം അവർക്ക് തോന്നി. മുട്ട വിരിയിക്കാനായി അവർ കായൽവാരത്തിനടുത്തുള്ള ഒരു പാറമലയിലെ ഒരു പൊത്ത് തന്നെ താൽക്കാലിക വീടാക്കി. മുട്ട വിരിയാൻ ചൂട് വേണമെന്ന് മനസ്സിലാക്കിയ അവർ ബുദ്ധിപരമായി ഒരു കാര്യം ചെയ്തു. ഉണങ്ങിയ ചകിരിയും ചുള്ളികളും വെച്ച് പൊത്തിനുള്ളിൽ ഒരു മെത്ത ഒരുക്കി മുട്ട അതിൽ ശ്രദ്ധയോടെ വെച്ചു. മഴയുടെ മാസമല്ലാത്തതുകൊണ്ട് ഈ പാറപ്പൊത്തിന്റെ ചൂട് തന്നെ മുട്ട വിരിയാൻ മതിയാകും, കുട്ടികളിൽ ഒരാൾ പറഞ്ഞു. ഒരു രഹസ്യ ദൗത്യം പോലെ അവർ ദിവസങ്ങൾ തള്ളി നീക്കി. 15-ാം ദിവസം ഉച്ചവെയിൽ കത്തി നിൽക്കുമ്പോൾ അവർ പതിവ് പോലെ മുട്ടയ്ക്ക് കാവലിരുന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. പെട്ടെന്ന് മുട്ടയുടെ പുറന്തോടിൽ നേരിയ ഒരു വിള്ളൽ. മുട്ട മുഴുവനായി പൊട്ടിച്ചു തറിയപ്പോൾ അതിനുള്ളിൽ നിന്ന് പുറത്തു വന്നത് ഒരു സാധാരണ കോഴിക്കുഞ്ഞായിരുന്നില്ല.